ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിൽ ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മെഷർമെന്റ് കപ്പിന്റെ അളവിൽ 1/2 കപ്പ് അളവിലുള്ള തേങ്ങ ചിരകിയതാണ്. ഈ തേങ്ങ ഇനി കുറച്ചൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് നന്നായിട്ട് കളറൊക്കെ മാറി വരുന്നവരെ വറുക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന്റെ കൂടെ തന്നെ ഇതുപോലൊരു സ്പൂൺ അളവിൽ 1/2 സ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് 2-3 എണ്ണം ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ ബട്ടറോ നെയ്യോ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് തേങ്ങ നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതുവരേക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാനിടയാവരുത്. ഇപ്പതാ ഇതിന്റെ കളറൊക്കെ മാറി തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കരുത്, ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അങ്ങനെ തേങ്ങ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു പാൻ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മസാലയിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല, ഇതിന് തക്കാളി നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ നിറയെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരുന്ന ആ ഒരു തേങ്ങ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുമ്പോൾ ഇത് തേങ്ങ നല്ലപോലെ അരഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിനി അരച്ചെടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ കട്ടിയായിട്ടിരിക്കും, അരയാൻ ബുദ്ധിമുട്ടായിട്ട്. ആ ഒരു സമയത്ത് ഒരു 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മിക്സിനെ ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എത്രത്തോളം വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോവും. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്പൂണ് മാറ്റിയിട്ട് ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളകി കിട്ടും. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല, പകുതി മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ള വെള്ളം മെഷർമെന്റ് കപ്പിന്റെ 1/2 കപ്പ് അളവിൽ 1.5 കപ്പ് വെള്ളമാണ്.
ഇതാണ് കറക്റ്റ് പരുവം. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കട്ടിയിൽ വേണം ഈ മാവ് റെഡിയായി കിട്ടാനായിട്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നല്ല പോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ട് കറക്റ്റ് ആക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് പുഴുങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. ഓരോ പീസ് മുട്ടയും വെച്ച് കൊടുക്കുമ്പോൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ മുട്ട മുഴുവനായിട്ടും വെച്ച് കൊടുത്തതിന് ശേഷം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീഡിയോയ്ക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തെന്ന് മാത്രം. ഇനി ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. എത്ര സമയമാണോ ഇത് വെന്ത് കിട്ടുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുക. 20 മിനിറ്റിന് ശേഷം ഞാനിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വെന്തോന്നൊന്ന് നോക്കണം. ഇത് വെന്തോന്നറിയാനായിട്ട് ഞാനിവിടെ ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം ഒന്ന് വെള്ളത്തിൽ നനച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിലോ ആകൃതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ മുട്ട കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു തവണ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.